ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലൊരു ട്രെയ്റ്റാണ് ഒരാളോ അമിതമായി സെക്സിനോടുള്ള താല്പര്യം, ഒരാളോട് ഡീപ്പായിട്ട് അമിതമായ അഡിക്ഷൻ തോന്നുക, ഒന്നിൽ നിന്ന് പല പുരുഷന്മാരോട് അല്ലെങ്കിൽ സ്ത്രീകളോട് അടുപ്പം തോന്നുക. ഇതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പേരൻസിൽ നിന്ന് ലവ് ലാക്കായിട്ട് ഉള്ളത് തന്നെയാണെന്നാണ് എൻ്റെ ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എസ്പെഷ്യലി ലാക്ക്. കാര്യം കുഞ്ഞിലെ ഈ കൊച്ചിൻ്റെ മനസ്സിലൊരു ശൂന്യത അല്ലെങ്കിൽ എംപ്റ്റിനെസ് ലാക്ക് കടന്നു വരുന്നു. സോ അത് വലുതാവുമ്പോൾ ഒരു പുരുഷനിൽ നിന്ന് വേറൊരു പുരുഷനിലേക്ക് അതിന് ലഭിക്കാത്ത അച്ഛൻ്റെ സ്നേഹമാണ് തേടുന്നത്. എന്നെ ഒരിക്കൽ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൾക്ക് പല പുരുഷന്മാരോടും പ്രണയമാണ്. ഒരു പുരുഷനിൽ മാത്രമല്ല, ഒന്ന് മാറി. റീസൺ എന്താണ്? ഞാൻ ആൻസർ പറയാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് സൈലൻ്റ് ആയി. കാര്യം പെട്ടെന്ന് എങ്ങനെ ചോദിക്കും? കൊച്ചിൻ്റെ അച്ഛൻ്റെ സ്നേഹം കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടോ? കെയറും ലവും ലാക്ക് ചെയ്യുന്നുണ്ടോ? അവരിങ്ങോട്ട് തന്നെ എന്നോട് ചോദിച്ചു, കൊച്ചിന് അതിൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞ അത് തന്നെയാണ് ഉത്തരം. കാര്യം പല കുട്ടികളും എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവരെ ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഐ നീഡ് ലവ് എന്നാണ് പറയുന്നത്, സ്നേഹമാണ് വേണ്ടത്. അപ്പം അവർ നഷ്ടപ്പെട്ട ഈ ഒരു പേരൻറ്റിന് സ്നേഹം തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മൾക്ക് വളരെ കുഞ്ഞിലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ഭയങ്കര ആർഭാടപൂർണമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഹയർ എഡ്യൂക്കേഷനോ അല്ലല്ലോ. ഫസ്റ്റ് അവർക്ക് വേണ്ടത് സ്നേഹമാണ്, ഫസ്റ്റ് അവർക്ക് വേണ്ടത് ടച്ചാണ്. അത് നൽകണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഹീലാവണം. ഞാൻ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യുന്നു പറയില്ല, നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. സോ റീപേരൻറ്റിങ് യുവർ സെൽഫ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.